വിശുദ്ധ പുരുഷന്റെ ഇടയിലെത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹബക്കൂക്ക് അധ്യായം 2 ദൈവത്തിന്റെ രണ്ടാമത്തെ മറുപടിയും 5 ശാപങ്ങളും വിവരിക്കുന്നു. ഹബക്കൂക്ക് കാവൽ നിലയത്തിൽ നിൽക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മറുപടി കാത്തിരിക്കുന്നു. ദൈവം പറയുന്നു, ദർശനം സമയബന്ധിതമായി നിറവേറും. ദൈവവാഗ്ദാനങ്ങൾക്ക് താമസം തോന്നാം, പക്ഷെ അവ തടസ്സപ്പെടില്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. തുടർന്ന് ബാബിലോണിയരുടെ അഹങ്കാരത്തിനെതിരെ 5 ശാപങ്ങൾ പ്രഖ്യാപിക്കുന്നു. ദ്രവ്യലോഭം, അന്യായമായ സമ്പാദ്യം, ക്രൂരത, വഞ്ചനയും പാപത്തിലേക്ക് വലിച്ചിഴക്കലും, വിഗ്രഹാരാധന. ഒടുവിൽ ദൈവം പ്രഖ്യാപിക്കുന്നു, ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ ജ്ഞാനത്താൽ നിറയും. ദർശനം അതിന്റെ സമയം കാത്തിരിക്കുകയാണ്. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തന്റെ വിശ്വസ്തത മൂലം ജീവിക്കും. ഹബക്കൂക്ക് 2-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. ഹബക്കൂക്ക് 3-ാം അധ്യായത്തിൽ ഹബക്കൂക്കിന്റെ പ്രാർത്ഥനയും സ്തോത്രഗാനവുമാണ്. പ്രവാചകൻ ദൈവത്തോട് കരുണയോടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം കവിതാരൂപത്തിൽ വരച്ചു കാണിക്കുന്നു. മുമ്പുണ്ടായ മഹത്വകരമായ രക്ഷാകാര്യങ്ങളെ ഓർക്കുന്നു. ഈ അധ്യായം വിശ്വാസത്തിന്റെ ഉന്നത വാക്കുകളോടെ അവസാനിക്കുന്നു. സ്ഥിതികൾ എങ്ങനെയായാലും ദൈവത്തിൽ സന്തോഷിക്കാമെന്ന് ഹബക്കൂക്ക് പ്രഖ്യാപിക്കുന്നു. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായകളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഹബക്കൂക്ക് 3-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.